ഹലോ, ഞാനും നിങ്ങളെ പോലെ തന്നെ ഇപ്പോൾ ചുമ്മാ എന്ന് പറഞ്ഞ റീൽസിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു റീൽ കണ്ടു. ആ റീൽ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ എല്ലാം ശ്രദ്ധിച്ചത് ഇപ്പോൾ വീഡിയോയിൽ എന്തായിരിക്കും നേക്കും, അതൊരു ജസ്റ്റ് ഒരു മീൻ, ഒരു വലിയൊരു മീൻ ഒരു കുളത്തിലൂടെ ഇങ്ങനെ പോണതാണ്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് അതിൻ്റെ ഓഡിയോ ആണ്. കാരണം ആ ഓഡിയോ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു 5-6 വർഷത്തെ മുമ്പത്തെ ഒരു സംഭവം ഓർമ്മ വന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ റീൽസ് സംഭവങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാലമായി. അതിൽ ഞാൻ ഈ ഒരു ഓഡിയോ വെച്ചിട്ട് ഞാനിപ്പോൾ ഇരിക്കുന്ന എക്സാക്റ്റ് സ്ഥലത്ത് നിന്ന് ഞാനൊരു വീഡിയോ എടുത്തിരുന്നു. ആ വീഡിയോ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പണ്ടൊരിക്കൽ ബോംബെയില് 6 വെടിയുണ്ടകൾ കൊണ്ട് ചങ്കും കരളും ഒക്കെ കീറിപ്പറഞ്ഞ് ചോര മുഴുവൻ വാർന്നു പോയിട്ടും പാമ്പ് മുറി കൂടുന്ന പോലെ ജീവൻ തിരിച്ചു പിടിച്ച ഒരു അത്ഭുത പ്രതിഭാസമല്ലേ രാമേട്ട സക്കീർ ഹുസൈൻ. അങ്ങനെ ഒരു തവണ കൂടി ബുള്ളറ്റുകളെ അതിജീവിക്കാൻ ആയുസ് നീട്ടി കിട്ടി വെടികൊണ്ട സിംഹത്തെ പോലെ സക്കീർ ഹുസൈൻ എന്റെ മുന്നിലേക്ക് പാഞ്ഞു കയറി വന്നാല് then I will lead you. ഒരു പരിച പോലെ ഫേസ് എല്ലാം മാറ്റമുണ്ടോ? ഞാനൊരു 5-6 വർഷം മുമ്പത്തെ വീഡിയോ. അന്ന് പിന്നെ ഇങ്ങനത്തെ ഒരു മൂവി ഡയലോഗ്സിന്റെ സംഭവങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നൊരു സമയമായിരുന്നു. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അന്ന് ഒരു ഭയങ്കര എല്ലാ ദിവസവും ഓരോ വീഡിയോസ് എടുക്കുക, ഇങ്ങനെ വീഡിയോസ് ഇടുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുന്നേ പോലും ഇപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളെ എവിടെന്നെങ്കിലൊക്കെ നമ്മളെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം വെച്ചാൽ, ഇവരൊക്കെ എന്നെ ഞാൻ പോളിടെക്നിക്ക് ഞാൻ പഠിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും പോളിടെക്നിക്കിൽ ആ യൂണിഫോമിലാണ് എന്നെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുള്ളത് എന്നൊക്കെ പറയും. ഇത് ഈ ഓഡിയോ കേട്ടപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ മനസ്സിലായത്, അന്ന് ഇത്രയും ആൾക്കാർ എന്നെ കണ്ടിടൂ എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് ആ സമയത്ത് ഏറ്റവും ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഇട്ട് ഒരു 4-5 ദിവസം കൂടുമ്പോഴൊക്കെ ഓരോ വീഡിയോസ് വെച്ച് ഇങ്ങനെ ചെയ്ത് പോയതായിരുന്നു. ഇപ്പോൾ 4-5 വർഷമായിട്ട് ഇതിങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു അനുഭവം വെച്ചിട്ട് മാത്രം എനിക്ക് പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും വീഡിയോ ക്രിയേഷനോ അല്ലെങ്കിൽ ഇതുപോലത്തെ റീൽസ് ചെയ്യാനോ മറ്റെന്തെങ്കിലുമൊക്കെ ഈ ഒരു സംഭവം നന്നായിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിനൊരു നല്ലൊരു കരിയറോ അല്ലെങ്കിൽ നല്ലൊരു സംഭവമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിന് പരിശ്രമിക്കുന്ന നിങ്ങളെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഈ ഒരു സംഭവം കൊണ്ട് ലൈഫിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം, അല്ലെങ്കിൽ മിനിമം ഞാൻ ചെയ്തിരുന്നത് വെറും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഇത് ചെയ്യുന്ന കാര്യം കണ്ടിട്ട് ആൾക്കാർ ചിരിക്കുമ്പോൾ അവർക്ക് രസമുണ്ട്, ചിരിച്ചു. നിങ്ങൾക്ക് പണ്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ഒക്കെ ഒരു കുട്ടി ഇങ്ങനെ മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്നു, ഇങ്ങനെ വിഷമിക്കുന്ന സമയത്ത് കണ്ടിട്ട് സന്തോഷമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനത്തെ ഒക്കെ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ചേഞ്ചോ ഒരു ഗ്രോത്തും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുണ്ടാവില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. അപ്പോൾ അത് ഉണ്ടായതിന് ഉദാഹരണം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ചെയ്യുകയാണ് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക, അല്ലാതെ അതിലൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അത്രയോട് പറയണം. താങ്ക് യു.